കോർഡിനേറ്റ്സിനെ കുറിച്ചൊരു മിനിമം ഡേറ്റ അറിയുമെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ദെൻ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം ഒന്നും കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. കോർഡിനേറ്റ് സിസ്റ്റം ഒന്നാമത്തെ കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ. നമുക്കറിയാം ഇവിടുത്തെ വേരിയബിൾസ് എക്സ് വൈ ഇസഡ് ആണ്. ഇവിടുത്തെ മെട്രിക് ടേം എന്താണ്? മെട്രിക് ടേം 1 1 1 ആണ് മെട്രിക് ടേം. മെട്രിക് ടേം എങ്ങനെയായിരുന്നു കിട്ടുന്നത്? ഡോ ആർ ബൈ ഡോ ദാറ്റ് ക്വാണ്ടിറ്റി. എക്സിന്റെ മെട്രിക് ടേം ആണെങ്കിൽ ഡോ ആർ ബൈ ഡോ എക്സ് മോഡുലസ്. ദെൻ ഇവിടെ ലെങ്ത് എലമെന്റ് എന്ത് വരും? ലെങ്ത് എലമെന്റ് ഇവിടെ ലെങ്ത് എലമെന്റ് എന്ത് വരും? dx dy dz. ഇതാണ് ലെങ്ത് എലമെന്റ്. ഓക്കെ, ഇവിടെ ലെങ്ത് എലമെന്റ് dx dy dz. ദെൻ ഏരിയ എലമെന്റ് എന്ത് വരും? എക്സ് ക്യാപ്പിലുള്ള ഏരിയ എലമെന്റ് കണ്ടെത്താൻ വേണ്ടി dy dz മൾട്ടിപ്ലൈ ചെയ്താൽ മതി. dy dz എക്സ് ക്യാപ്പ്, ഇത് എക്സ് ക്യാപ്പിലുള്ള ഏരിയ എലമെന്റ്. അതായത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് കണ്ടെത്താൻ മറ്റ് ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. dax day അപ്പൊ എന്ത് കിട്ടും? dx dz y ക്യാപ്പ്. daz dx dy z ക്യാപ്പ്. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒരു ചിത്രം ഏകദേശം. ലെങ്ത് എലമെന്റ് ഇനി വോളിയം എലമെന്റ് ഉണ്ട്. വോളിയം എലമെന്റ് ഈക്വൽ ടു 3 കോർഡിനേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വോളിയം എലമെന്റ് dτ ഈക്വൽ ടു dx dy dz. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒരു ചിത്രം. ഓക്കെ, ഈ ലെങ്ത് എലമെന്റ് എങ്ങനെ കിട്ടുക? വൈ ആക്സിസിലുള്ള ലെങ്ത് എലമെന്റ് എങ്ങനെ കിട്ടും? നമ്മൾ ചെറിയ ലെങ്ത് മാറ്റുന്നു, അപ്പൊ അവിടെ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് വ്യത്യാസം എന്താന്ന് നോക്കൂ. dy ലെങ്ത് എലമെന്റ്. ദെൻ അടുത്ത കോർഡിനേറ്റ് സിസ്റ്റം സ്പെരിക്കൽ പോളാർ. സ്പെരിക്കൽ പോളാർ ഇത് ഒരു തവണ എടുത്താണ്, ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. നമുക്ക് ഇലക്ട്രോഡൈനാമിക്സിൽ മുഴുവൻ വരിക വെക്ടർ കാൽക്കുലസ് ആണ്. അപ്പം ഓക്കെ, സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഡിറൈവ് ചെയ്യുക കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നാണ്. നമുക്ക് ആദ്യം ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കാം. എക്സ് വൈ ഇസഡ്
ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചെടുക്കുക. ഒരു സ്പേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആർ, ഒരു പർട്ടിക്കുലർ പോയിന്റ് പി, അതിന്റെ പൊസിഷൻ വെക്ടർ ആർ. സ്പേസിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് പി, അതിന്റെ പൊസിഷൻ വെക്ടർ ആർ. ഇതിന്റെ കോർഡിനേറ്റ് സിസ്റ്റം, സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആർ ക്യാപ്പ് ആർ തീറ്റ ഫൈ ആണ്. ആർ തീറ്റ ഫൈ. കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടേഴ്സ് എന്താ? ആർ ക്യാപ്പ്, തീറ്റ ക്യാപ്പ്, ഫൈ ക്യാപ്പ്. കറസ്പോണ്ടിങ് മെട്രിക് ടൈം എന്താ? യൂണിറ്റ് വെക്ടേഴ്സ്. കറസ്പോണ്ടിങ് മെട്രിക് ടൈം എന്താ? കറസ്പോണ്ടിങ് മെട്രിക് ടൈം എന്തായിരുന്നു? 1 ആർ സൈൻ തീറ്റ. ഇതെങ്ങനെയാ വന്നതെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യാണ്. നമ്മൾ സ്പേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ മുറിയുടെ ഒരു മൂല എടുക്കുക, അതിൽ നിന്ന് എക്സും വൈയും ഇസഡും കണ്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുറിയുടെ നടുക്കായിട്ട് സ്പേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആർ. ഓക്കെ, ഈ ആറ്, ഈ പൊസിഷൻ വെക്ടർ ഇസഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ വെക്ടർ കാൽക്കുലസിൽ പറഞ്ഞു തന്നാണ്, അത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതാണ് തീറ്റ. ദെൻ ഈ വെക്ടർ ആറിന്റെ പ്രൊജക്ഷൻ ഇൻ എക്സ് വൈ പ്ലെയിൻ, പ്രൊജക്ഷൻ ഇൻ എക്സ് വൈ പ്ലെയിൻ ആണ്. പ്രൊജക്ഷൻ എന്തായിരിക്കും? വെക്ടർ ആറിന്റെ പ്രൊജക്ഷൻ ഇൻ എക്സ് വൈ പ്ലെയിൻ ആർ സൈൻ തീറ്റ ആയിരിക്കും. അതായത് ഈ വരച്ചേക്കുന്നത് ആർ സൈൻ തീറ്റ ആണ്. ഈ ആർ സൈൻ തീറ്റ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒറിജിനിൽ നിന്ന് പോയിന്റ് പിയിലേക്കുള്ള ദൂരം ആണ് വെക്ടർ ആർ. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഇത് കിട്ടി. ഈ വെക്ടർ ആർ ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ വെക്ടർ ആറിന്റെ എക്സ് വൈയിലുള്ള പ്രൊജക്ഷൻ, അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. ഇങ്ങനെയാണ് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, മെട്രിക് ടൈം എന്തായിരുന്നു? ഇനി ആർ ഡയറക്ഷനിൽ ഇനിയിപ്പോ എന്താ കണ്ടുപിടിക്കണേ? ലെങ്ത് എലമെന്റ് കണ്ടുപിടിക്കണം. ലെങ്ത് എലമെന്റ് ആർ ഡയറക്ഷനിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ ചേഞ്ച് ഇൻ ആർ ഡയറക്ഷൻ, അതെന്താ? അത് ഡി ആർ. ചേഞ്ച് ഇൻ തീറ്റ ഡയറക്ഷൻ, ഈ തീറ്റയുടെ ഡയറക്ഷൻ എങ്ങനെയാ? ആംഗിളിന്റെയും തീറ്റയുടെയും ഫൈയുടെയും ഡയറക്ഷൻ എങ്ങനെയാ? ആ ആംഗിളില്ലേ, ആ ആംഗിളിന് ടാൻജന്റ് ആയിരിക്കും. ഇവിടെ ഈ പൊസിഷനിൽ, ഇവിടെ ഈ പൊസിഷനിൽ. ഓക്കെ, ദെൻ നമ്മളിവിടെ തീറ്റയുടെ ഡയറക്ഷനിൽ ഒരു ചെറിയ വേരിയേഷൻ വരുത്താൻ പോവാണ്. ഇതാണ് ഡി തീറ്റ. ഇങ്ങനെ ഒരു ചെറിയ വേരിയേഷൻ വരുത്തിയപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്താ? ഇതല്ലേ? ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത്. ഈ വെക്ടർ എത്രയാ? നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. തീറ്റ ആറ്. ഈ കോഡിന്റെ ലെങ്ത് എൽ ഈക്വൽ ടു ആർ തീറ്റ. ഇവിടെയും കോഡ് തന്നെയല്ലേ? ദെൻ ഡി തീറ്റ വേരിയേഷൻ വരുത്തുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ലെങ്ത് എന്താ? ആർ ഡി തീറ്റ.
ഇതാണ് വെക്ടർ പി. ഇത് ആർ ഡി തീറ്റ. ഓക്കെ, ചേഞ്ച് ഇൻ തീറ്റ ഡയറക്ഷനിലുള്ളത് ആർ ഡി തീറ്റ. ഇനി ഫൈയുടെ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്താലോ, കറസ്പോണ്ടിങ് ഫൈയുടെ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്താൽ ഇവിടെ ഡി ഫൈ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ആർ സൈൻ തീറ്റ ഡി ഫൈ എന്ന് കിട്ടും. ചേഞ്ച് ഇൻ ഫൈ ഡയറക്ഷൻ. ആർ സൈൻ തീറ്റ ഡി ഫൈ. ഇതാണ് ലെങ്ത് എലമെന്റ് ഡി ആർ കോമ ആർ ഡി തീറ്റ കോമ ആർ സൈൻ തീറ്റ ഡി ഫൈ. ദെൻ ഇതിന്റെ കറസ്പോണ്ടിങ് ഏരിയ എലമെന്റ് ഇതിന്റെ കറസ്പോണ്ടിങ് ഏരിയ എലമെന്റ് എന്ത് കിട്ടും, ആർ ക്യാപ്പിലുള്ള ഏരിയ എലമെന്റ് കണ്ടെത്താൻ വേണ്ടി മറ്റ് രണ്ട് ലെങ്ത് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം ഡി എ ആർ സോറി ഡി എ ആർ which is equal to എന്ത് കിട്ടും, ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ആർ ക്യാപ്. ഡി എ തീറ്റ എന്ത് കിട്ടും, ആർ സൈൻ തീറ്റ ഡി ആർ ഡി ഫൈ തീറ്റ ക്യാപ്. ഡി എ ഫൈ ഇട്ടാൽ എന്ത് ചെയ്യും, ആർ ഡി ആർ ഡി തീറ്റ ഫൈ ക്യാപ്. ഇനി വോളിയം എലമെന്റ് കിട്ടാൻ വേണ്ടി 3 ലെങ്ത് എലമെന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഡീറ്റോ ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ. ഓക്കെ, ഇത് ഈ പറഞ്ഞതില് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ആകാത്തുണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾക്ക് ഈ കോർഡിനേറ്റ് സിസ്റ്റം മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മുന്നോട്ട് പോകില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് മനസ്സിലാകാത്തുണ്ടോ? ഓക്കെ, അപ്പൊ പിന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പെട്ടെന്ന് പറഞ്ഞു പോലോ. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം മൂന്നാമത്തത്. കോർഡിനേറ്റ് സിസ്റ്റം നല്ല ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇലക്ട്രോഡൈനാമിക്സിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പാടാവും. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം cylindrical coordinate system. ഓക്കെ, നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. എക്സ് വൈ ഇസഡ് ഒരു പർട്ടിക്കുലർ പോയിന്റ്, സ്പേസിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമ്മളിവിടെ അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർന്ന് എടുക്കാം, ആർ ഫൈ ഇസഡ്. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ 3 വെക്ടേഴ്സ്. ചില പുസ്തകത്തിൽ ആർന്ന് എടുക്കും, ചില പുസ്തകത്തിൽ റോന്ന് എടുക്കും. ഏതെടുക്കാം?
ആറിന് എടുക്കാം ഇവിടെ. ഞാനത് ഇവിടെ നിന്നുള്ള വെക്ടർ പൊസിഷൻ വെക്ടർ ആറിന് എടുത്തു. ദെൻ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില് നമ്മള് ഇതിന്റെ കറസ്പോണ്ടിങ് ഇസഡ് ആക്സിസിലുള്ള പ്രൊജക്ഷൻ ആ ഹൈറ്റ് ഇസഡ് എന്ന് എടുത്തു. നമ്മൾ പൊസിഷൻ വെക്ടർ ആറിന് എടുത്തു. കറസ്പോണ്ടിങ് ഇസഡ് ആക്സിസിലുള്ള പ്രൊജക്ഷൻ ആ ഹൈറ്റ് ഇസഡ് എന്ന് എടുത്തു. നമുക്ക് കാർട്ടീഷ്യനിലുള്ള അതേ ഇസഡ് തന്നെ. ഇനി ഫൈ ഉണ്ട്. ഫൈ എന്താന്ന് ചോദിച്ചാല് ഫൈ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലും എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരുന്നു. ഇവിടെ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ്. ബട്ട് വ്യത്യാസം എന്താന്ന് വെച്ചാല് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില് നമ്മൾ ആറിന്റെ പ്രൊജക്ഷൻ ആണ് എടുത്തത്. ഇവിടെ ആറിന്റെ പ്രൊജക്ഷൻ അല്ല. ആറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് എക്സ് വൈ പ്ലെയിനിൽ കൊണ്ടുവരും. അപ്പം ഇതും ആറ് തന്നെ ആയിരിക്കും. പ്രൊജക്ഷൻ അല്ല എടുക്കുന്നത്, ആറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് എക്സ് വൈ പ്ലെയിനിൽ കൊണ്ടുവരും. എന്നിട്ട് ഇതും ആറ് തന്നെ ആയിരിക്കും. ആ ആറ് എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. ക്ലിയർ ആണോ? ക്ലിയർ ആക്കിയേ പോകാവുള്ളൂ. കാരണം ഇലക്ട്രോഡൈനാമിക്സ് ഫുള്ള് നമ്മൾ ചെയ്യുക വെക്ടർ കാൽക്കുലസ് ആണ്. ഈ വെക്ടർ കാൽക്കുലസ് മാത്തമാറ്റിക്സിന്റെ പേപ്പർ ഇതല്ല. അത് ഗ്രിഫിത്തിന്റെ ഇലക്ട്രോഡൈനാമിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ്. ഞാൻ അപ്പൊ അവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ദെൻ ഇവിടുത്തെ മെട്രിക് ടൈം എന്ന് പറയുന്നത് 1. ഞാനിവിടെ ആറാണ് എടുത്തത്. ഞാൻ റോ ഫൈ സെഡ് അല്ല എടുത്തത്, ആർ ഫൈ സെഡ് ആണ് എടുത്തത്. ദെൻ 1 R 1 ലെങ്ത് എലമെന്റ് dr r d5 dz. ഏരിയ എലമെന്റ് r d5 dz r cap da5 equal to dr dz phi cap daz equal to r dr d5 z cap. ഇതാണ് ഏരിയ എലമെന്റ്. ദെൻ വോളിയം എലമെന്റ് എന്ത് വരും? ഏരിയ എലമെന്റ് ആണ് ഇത്രയും. വോളിയം element d tau equal to r dr d5 dz. ആർക്കെങ്കിലും കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രോബ്ലം സ്റ്റക്കായി കിടക്കും, ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദെൻ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലേക്ക് സ്റ്റാർട്ട് കയറുകയാണ്. ഫസ്റ്റ് നമ്മൾ പറയാ ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ദെൻ നമുക്കിവിടെ മെയിൻ ആയിട്ടും വേണ്ടത് 2 ലോ ആണ്, കൂളം ലോയും ഗോസ് ലോയും. കൂളം ലോ എന്താന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. കൂളംസ് ലോ. എന്താണ്? 2 ചാർജ് തമ്മിലുള്ള ഫോഴ്സ് F equal to 1/4 pi epsilon 0 Q1 Q2 by R square.
F equal to 2 charge. Force acting on Q2 due to Q1. അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. Force acting on Q2 due to Q1. 1/4 pi epsilon naught. Q1 Q2 സെപ്പറേഷൻ R ആണെങ്കിൽ by R square into ഒരു ഡയറക്ഷൻ ഉണ്ടാവും n ക്യാപ്പ്. ഇത് രണ്ടും if Q1 and Q2 are positive, are same charge, positive or negative, same charge, same polarity, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് Q2യിലുള്ള Q1ന്റെ ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. Then n cap will be ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് ഒരു ആർ ക്യാപ്പ് ആണെന്ന് വിചാരിക്കാം. ഇത് ആറിന്റെ ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം ഇത്. Then n cap equal to r cap. അതായത് സെയിം ചാർജ്, നിങ്ങൾക്കറിയാം സെയിം ചാർജ് റിപ്പൽ ചെയ്യും. ഈ Q2ഉം Q1ഉം ഒരേ ചാർജ് ആണെങ്കിൽ, അതായത് ഒരേ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ Q1 ഈ Q2നെ റിപ്പൽ ചെയ്യും. അപ്പൊ റിപ്പൽ ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണല്ലോ, എവേ ഫ്രം ദ ബോഡി അല്ലേ, എവേ ഫ്രം ദ ബോഡി. If Q1 and Q2 are opposite polarity, ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്റ്റീവ് ആയിരിക്കും. Then n cap equal to minus r cap ആയിരിക്കും. അതായത് r cap ഈ ഡയറക്ഷനിലേക്ക് എടുത്താല്, ഈ ഡയറക്ഷനിൽ r cap എടുത്താല് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദ ബോഡി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത് ഇവിടെ ഒരു ബ്രാക്കറ്റിൽ എഴുതിയെടുത്തോ, ഇൻ എയർ. ഇത് Q1ഉം Q2ഉം എയറിലാണെങ്കിലാണ് നമ്മളിവിടെ എപ്സിലോൺ നോട്ട് കൊടുക്കുക. ഓക്കെ, Q1ഉം Q2ഉം എയറിലാണ്. If Q1 and Q2 are in some medium. ഇവിടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ അട്രാക്റ്റീവും റിപ്പൽസീവും പറഞ്ഞാല്? If Q1 and Q2 are in, if Q1 and Q2 are in some medium, then F equal to 1/4 pi epsilon naught, 1/4 pi epsilon Q1 Q2 by R square.
നമുക്ക് എപ്സിലോണും എപ്സിലോൺ നോട്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ. ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എയർ. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് മീഡിയം. എപ്സിലോൺ ആർ വരും കേട്ടോ. മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണോ അതോ റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണോ? ഇതൊരു ഡൗട്ട് ഉള്ളൂ. റിലേറ്റീവ് അല്ലേ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലേ? പെർമിറ്റിവിറ്റി. യെസ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. പെർമിറ്റിവിറ്റി എന്ന് പറയൂ കേട്ടോ. പെർമിറ്റിവിറ്റി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു റൂട്ട് എപ്സിലോൺ ആർ. റൂട്ട് എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഈ ചോദ്യം CSIR വന്നിട്ടുണ്ട്. ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്യാൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n എന്ന് പറഞ്ഞാൽ V/C എന്നൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. V/C അല്ല, സോറി, C/N. തിരിഞ്ഞുപോയി. C/N. ഓക്കെ, നമുക്ക് കൂളംസ് ലോയുടെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു -Q1 ചാർജ്, ഒരു Q2 ചാർജ്, ഒരു -Q3 ചാർജ്. ഇത് തമ്മിലുള്ള ദൂരം R1, ഇത് തമ്മിലുള്ള ദൂരം R2. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് നെറ്റ് ഫോഴ്സ് ഓൺ ഈച്ച് ചാർജ്. Q1 ഞാൻ പറയാം. ഞാൻ ഈ ഡയറക്ഷനെ എക്സ് ക്യാപ്പ് എന്നെടുത്തു. ഡയറക്ഷൻ. ഓക്കെ,
Then F on Q1 due to Q2. Q1 ഉം Q2 ഉം ഓപ്പോസിറ്റ് ചാർജ് ആണ്. അപ്പൊ അത് തമ്മിൽ അട്രാക്ഷൻ നടക്കും. Then ഇവിടെയുള്ള Q2 മൂലമുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. Q2 മൂലം Q1ലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, കാരണം അട്രാക്ഷൻ ആണ്. Then F21 എങ്ങനെ എഴുതാം? 1/4 നോട്ടിന് നമുക്ക് K എന്ന് എടുക്കാം. ഓക്കെ, ആ കോൺസ്റ്റന്റ് ഞാൻ K എന്ന് എടുത്തു, എല്ലായിടത്തും ഇടാൻ പറ്റാത്തതുകൊണ്ട്. K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R1 സ്ക്വയർ ഇൻറ്റു എക്സ് ക്യാപ്. ഞാനിവിടെ ഡയറക്ഷൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ സൈൻ പിന്നെ എടുക്കരുത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കാവുള്ളൂ. ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ ആദ്യം ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡയറക്ഷൻ എടുക്കുന്നുണ്ട് എക്സ് ക്യാപ്പ്, അതുകൊണ്ട് പിന്നെ എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കാവുള്ളൂ, ഡയറക്ഷൻ -Q1 എന്ന് എടുക്കരുത്. Q1 Q2 ബൈ R1 സ്ക്വയർ. ഓക്കെ, F31 തേർഡ് ചാർജ് നെഗറ്റീവ് ആണ്, നമ്മുടെ Q1 നെഗറ്റീവ് ആണ്, തമ്മിൽ എന്ത് ചെയ്യും? റിപ്പിൾ ചെയ്യും. Then F31ന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. F31 അപ്പൊ എന്ത് കിട്ടും? K Q1 Q3 divided by R1 plus R2 whole square minus X cap. ഈ എഴുതിയതിൽ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി Q2 Q3 നിങ്ങൾ തന്നെ എഴുതുക. ഇത് ഫോഴ്സ് ഓൺ Q1 ആണ്. ഇനി ഫോഴ്സ് ഓൺ Q2. ഇഹ്സാൻ, ഓക്കെ, F ഓൺ Q2 പറയണം. ആദ്യം ഏത് ചാർജ് എടുക്കുന്നത്? പയ്യെ സ്റ്റെപ്പ് പറഞ്ഞാൽ മതി. ആദ്യം ഏത് ചാർജ് എടുക്കണം? Q1 എടുത്തു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? പരസ്പരം അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് -X ക്യാപ്പിലായിരിക്കും. ഓക്കെ, F ഫോഴ്സ് ഓൺ ദ പാത്ത്, ഫോഴ്സ് ഡ്യൂ ടു 1 into, okay, then force due to Q1 in Q2. ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാനൊരു ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ഈക്വൽ ടു പറഞ്ഞേ Q1 Q2 by R1 square into -X cap. -X cap. ഓക്കെ, ഇനി Q3 മൂലമുള്ള പറ, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതും അട്രാക്ഷൻ ആയതുകൊണ്ട് എക്സിന്റെ ഡയറക്ഷൻ. ഓക്കെ, F due to 3 on 1, 3 on 2. Then it is equal to പറ K into Q2 Q3 by R2 square X cap. ഓക്കെ, മതി. ആയിക്കോ. ഇതേപോലെ തന്നെ Q3 നിങ്ങൾ എഴുതണം. ഞാൻ ഈ താഴെ എഴുതുവാണ്, ഫോഴ്സ് ഓൺ Q3. ഇനി ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്തോണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. F force due to 1 3, which is equal to K Q1 Q3 by R1 plus R2 whole square X cap. Then F23 equal to K Q2 Q3 divided by R2 square into -X cap. Okay. ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്?
ഓക്കെ, അടുത്തത് Q1 Q3. ഇവിടെ ഒരു പോയിന്റ് പി. അവര് ചോദിക്കുന്നത് ഈ പോയിന്റിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയാണെന്നാണ്. Q1ഉം Q2ഉം തമ്മിലൊരു ദൂരം d. നമ്മളോടുള്ള ചോദ്യം P എന്ന പറയുന്ന പോയിന്റിൽ Q1ഉം Q3ഉം മൂലമുള്ള ഫോഴ്സ് എങ്ങനെയാണ്. അത് ചെയ്യാൻ എന്ത് ചെയ്യണം അറിയോ? നമ്മള് imagine there is a unit positive charge at P. Then ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞെടുക്കുക. Q1ഉം Q2ഉം ചെയ്യുക. Q1 മൂലം ഇവിടെയുള്ള ഫോഴ്സ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ റിപ്പല് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഈ ആംഗിൾ അവർ തരും തീറ്റ. ഇത് θ1, ഇത് θ2. Then ഈ ഫോഴ്സ് എത്രയാ ഇപ്പൊ കാണ്ടുപിടിച്ച? ഡ്യൂ ടു Q1 K into Q1 divided by ഈ ദൂരം L1. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ ഈ ഹൈറ്റ് ആയിരിക്കും തരിക. ഈ ഹൈറ്റ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ദൂരം കണ്ടെത്താൻ വേണ്ടി ഹൈപ്പോട്ടന്യൂസ് തിയറം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, then L1 K Q1 by L1 square. ഈ ഡയറക്ഷൻ സം Q1 ക്യാപ്പ് എന്നെടുത്തു. ആർബിട്രറി ഡയറക്ഷൻ Q1 ക്യാപ്പ്. ഓക്കെ, then ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതിനെ റിസോൾവ് ചെയ്യണം. ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. ഇതാണ് പോയിന്റ് പി. ഇത് എക്സ് ക്യാപ്പ്, ഇത് വൈ ക്യാപ്പ്. ഇത് θ1 ആയതുകൊണ്ട് ഇതും θ1 ആയിരിക്കും. ഓക്കെ, then നിങ്ങൾക്ക് FQ1 എങ്ങനെ റിസോൾവ് ചെയ്യാം? FQ1 ഈക്വൽ ടു KQ1 by L1 സ്ക്വയർ cos θ1 എക്സ് ക്യാപ്പ്. എക്സ് ക്യാപ്പില് ആംഗിൾ θ1 ആണ്. ആംഗിൾ തീറ്റയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് കോസ് തീറ്റ പ്ലസ് KQ1 by L1 സ്ക്വയർ സൈൻ θ1 y ക്യാപ്പ്. വെക്ടറിനെ റിസോൾവ് ചെയ്തത് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറ. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. ആദ്യം ഇത് Q1ഉം Q3 ആണ്. ഓക്കെ, ഈ Q3 മൂലം ഈ പിയിലുള്ള ഫോഴ്സ് Q3 എന്നല്ലേ ഞാൻ അവരുടെ ആദ്യം എഴുതിയത്? ഓക്കെ, അതിന്റെ ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരില്ലേ? ഓക്കെ, then ഞാൻ അതിന്റെ Q3 ക്യാപ്പിലുള്ളത് പറഞ്ഞാൽ മതി. Q3 ക്യാപ്പ് എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ എടുത്തു, അതിലുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, പറ. L3 KQ3 by L3 square into Q3 cos ക്യാപ്പ്. theta.
ഒരു മിനിറ്റ് ആദ്യം Q3 ക്യാപ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ എടുത്തു. ഈ ഡയറക്ഷൻ Q3 ക്യാപ് ആണെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു. ഓക്കെ, ഇനി റിസോൾവ് ചെയ്തു. ഇത് ഒരു മിനിറ്റ്, ഇത് θ2 ആയതുകൊണ്ട് ഇതും θ2 ആയിരിക്കും. ഓക്കെ, ഇനി പറ. KQ3 by L3 square into cos θ2 x cap plus KQ3 by L3 square sin θ2 y cap. ഇവിടെ x ക്യാപ്പിന്റെ മൈനസ് x ക്യാപ്പ് അല്ലേ? തിരിച്ചാണ്, കാരണം ഇങ്ങോട്ടല്ലേ ഓപ്പോസിറ്റ്. KQ3 by L3 square minus x cap KQ3 by L3 square cos θ2 minus x cap plus sin θ2 y cap. ഇത് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ ഇനി? ഓക്കെ, first question, two equal charges Q separated by a distance D. Find the net force at a height Z from the center of line joining two charges. Two equal charges Q separated by a distance D. Find net force at a height Z from the center of line joining two charges. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? രണ്ട് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് D. ഇതിന്റെ സെന്ററിൽ നിന്നൊരു ഹൈറ്റ് Z. ഇവിടെയുള്ള നെറ്റ് ഫോഴ്സ് അതാണ് കണ്ടെത്തേണ്ടത്. ചെയ്തോളൂ, ഇത് നെറ്റ് ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി ഒരു മിനിറ്റ്, ഇവിടെയുള്ള നെറ്റ് ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി F net ഈക്വൽ ടു FQ1 പ്ലസ് FQ3 ആണ്. അവസാനം രണ്ടും കൂടി ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് ഇവിടെ ഇത് സെന്റർ, ഈ ഹൈറ്റ് Z വന്നേക്കുന്നത് കറക്റ്റ് സെന്ററിൽ നിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ ആംഗിളും സെയിം ആയിരിക്കും, ഈ ആംഗിളും സെയിം ആയിരിക്കും. നമ്മുടെ ചോദ്യത്തിൽ അവർ തന്നേക്കുന്നത് ഈ ആംഗിളാണ് തന്നേക്കുന്നത്, തീറ്റ. ചെയ്തോളൂ, ചെയ്തിട്ട് പറ. ഷാമില, ഇത് പറയണം.
ഫസ്റ്റ് ചാർജ് മൂലം ഈ പോയിന്റ് പിയിലുള്ള ഫോഴ്സ് പറ. KQ by Z square plus D by 2 whole square. Okay. Z square Raised to plus 1 D by 2 whole square. 1 raised to 1 by 2. 1 by 2 direction. Q1 cap direction. Okay. Q1 cap in the some direction. Q cap. കമ്പോണന്റ് ആക്കി പറ. ഇത് എഴുതൊന്നും വേണ്ട. കമ്പോണന്റ് ആക്കി പറ. ഇത് തീറ്റയാണെങ്കിൽ അത് തീറ്റയാവേ. Alternate. കാരണം ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയായിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ ആംഗിളും ആയിരിക്കും. മനസ്സിലായോ? ഇതിനെ 90 ഡിഗ്രി നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ 90 ഡിഗ്രി എടുത്താലേ ഇവിടെ നമുക്ക് 90 മൈനസ് തീറ്റ എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഇത് തീറ്റ ആയിരിക്കില്ല കേട്ടോ. ഇത് നോട്ട് ഈക്വൽ ടു തീറ്റ ആയിരിക്കും. ഇത് തീറ്റ ആയിരിക്കില്ല. ഈ ആംഗിളും കറക്റ്റ് ആയിരിക്കും. ഈ ആംഗിളും കറക്റ്റ് ആയിരിക്കും. ഇത് തീറ്റ. ഹലോ, ആ പോയിന്റില് എത്രയാണ് ചാർജ് ഉള്ളത് അത് പറഞ്ഞു. ഈ പോയിന്റിലാ? അല്ല, അത് നമ്മളോട് നമുക്ക് ചാർജ് ഒന്നും തരില്ല. നമ്മളവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ 1x1 വരുന്നത്. ബാക്കി പറഞ്ഞോ. കമ്പോണന്റ് ആക്കി എടുക്കുമ്പോൾ KQ by Z square plus D by 2 whole square cos theta y cap plus KQ Z square plus D by 2 whole square sin theta x cap. ബാക്കി അടുത്തത് KQ same and Z square by D by 2 whole square cos theta y cap plus sin theta minus x cap. ഓക്കെ, മതി. ഇവിടെ ഇത് രണ്ടും സെയിം ചാർജ് ആണല്ലോ. ദെൻ ഈ ക്യൂ മൂലം ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, സൈൻ തീറ്റ കമ്പോണന്റ്. ഈ ക്യൂ മൂലം ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഉണ്ടാവും, സൈൻ തീറ്റ കമ്പോണന്റ്. ഈ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായോണ്ട്. അതായത് ഈ എക്സ് ക്യാപ്പിലുള്ള രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. നിങ്ങൾ എഫ് നെറ്റ് എടുക്കുമ്പോൾ ഒരൊറ്റ ഫോഴ്സ് എടുക്കുന്നതെങ്കിൽ ഇതിവിടെ എക്സിസ്റ്റ് ചെയ്യും. എഫ് നെറ്റ് എടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മളുടെ എന്ത് ചെയ്യും? ഈ സൈൻ തീറ്റ കമ്പോണന്റ് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പൊ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ഷാമില മൈക്ക് ഓഫ് ആയിക്കോട്ടോ. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഈ എഴുതിയേക്കുന്ന സാധനം ഇവിടെ എടുത്ത് കമ്പോണന്റ് ആക്കി എഴുതുവാണെങ്കിൽ സൈൻ തീറ്റ കമ്പോണന്റ് എക്സ് ഡയറക്ഷനിലും മൈനസ് എക്സ് ഡയറക്ഷനിലും ഉണ്ടാവും. അത് രണ്ടും ഓപ്പോസിറ്റ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പോകും. ദെൻ എഫ് നെറ്റ് എന്ന് പറയുന്നത് 2KQ divided by Z square plus D by 2 whole square cos theta y cap.
ഇനി വേണമെങ്കിൽ കോസ് തീറ്റനെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതുവാണെങ്കിൽ ഇസഡ് ബൈ റൂട്ട് ഓഫ് ഇസഡ് സ്ക്വയർ പ്ലസ് ഡി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇങ്ങനെ എഴുതി വെച്ചോട്ടോ. ദെൻ എഫ് നെറ്റ് ഈക്വൽ ടു 2k3 z divided by z square plus d by 2 whole square whole power 3 by 2. ഈ പ്രോബ്ലം ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടോ? മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഹലോ സർ, ആ ഡയറക്ഷൻ എടുത്തൊന്നുകൂടി പറയാമോ? ഏത് ഡയറക്ഷൻ? ഇപ്പോ നമ്മള് സൈൻ തീറ്റ എക്സ് ക്യാപ്പ് ഫസ്റ്റിലും രണ്ടാമത്തിലും സൈൻ തീറ്റ മൈനസ് എക്സ് ക്യാപ്പ് എടുത്തു. അതായത് ഈ Q1 മൂലമുള്ള ഫോഴ്സ് ഈ ഡയറക്ഷനിലല്ലേ? ഓക്കെ. ഈ ആംഗിൾ തീറ്റ അത് ഫിഗറിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് തന്നിട്ടില്ലെങ്കിൽ ഈ രണ്ട് ക്യൂ ഈ സെപ്പറേറ്റഡ് ബൈ ഡി അതിന്റെ സെന്ററിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ആംഗിൾ സെയിം ആയേ പറ്റൂ. ഈ ആംഗിളും സെയിം ആവണം. കാരണം ഇത് സെന്ററിൽ നിന്ന് എടുത്തതുള്ളതുണ്ട്. സെന്ററിൽ നിന്നാണ് ഈ ഹൈറ്റ് ഇസഡ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും സെയിം ആകും. തന്നിട്ടില്ലെങ്കിൽ അത് സെയിം ആക്കി എടുക്കണം. ദെൻ ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. ഞാൻ അവിടെ പറയാൻ കാരണം നമുക്ക് ചിലപ്പം ചിലര് ഇത് തീറ്റ ആയതുകൊണ്ട് ഇത് തീറ്റ എന്ന് എടുക്കും. കാരണം ഇത് തീറ്റ ആയതുകൊണ്ട് ഇത് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് ഇത് 90 മൈനസ് തീറ്റ എന്ന് എടുക്കും. പിന്നെ ഇത് 90 മൈനസ് തീറ്റ എന്ന് ചിലർ എടുക്കും. അത് തെറ്റാണ്. കാരണം ഈ ആംഗിള് 90 അല്ല. മനസ്സിലായോ? ഈ ആംഗിള് 90 അല്ല. ഓക്കെ മൈക്ക് ഓഫ് ആയിക്കോ. അത് 90 അല്ല എന്ന് ആർക്കെങ്കിലും 90 ആയിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെന്ന് പറയട്ടോ. ഇത് 90 അല്ല. ഈ ആംഗിൾ, ഈ ടോട്ടൽ ആംഗിൾ 90 അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 90 മൈനസ് തീറ്റ എന്ന് എടുക്കാൻ പാടില്ല. ഈ ആംഗിൾ 90 മൈനസ് തീറ്റയാണ്. കാരണം ഇത് തമ്മിൽ ഉണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. 90 മൈനസ് തീറ്റയാണ്. ഈ സാധനം ഇതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുവാണെങ്കിലേ ഈ പീനെ കുറച്ചും കൂടെ താഴത്തോട്ട് വെച്ചാൽ മതി. ഇങ്ങനെ കിട്ടും. ഇത് തീറ്റയാണ്. ഇത് 90 മൈനസ് തീറ്റയാണ്. ഇത് 90 മൈനസ് തീറ്റ അല്ല. 90 മൈനസ് തീറ്റ അല്ല. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഈ തീറ്റ എടുക്കുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ചെയ്യാൻ ഈ തീറ്റ എടുക്കേണ്ട ആവശ്യമുണ്ട് എപ്പോഴും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ചാർജ് തന്നിട്ടുണ്ട്. one centimeter. And ഇതും 1 centimeter. Find net force at P. ഓപ്ഷൻ തരാം. നിങ്ങൾ ചെയ്തിട്ട് ഉത്തരം പറയണം. ഓപ്ഷൻ എ k²/2 into 2√2 into 5i cap. ഓപ്ഷൻ ബി k²/2 into k²/2 into j cap plus 5i cap.
ഓപ്ഷൻ സി കെ ഇ സ്ക്വയർ ബൈ 2 ഇൻറ്റു ജെ ക്യാപ്പ്. ഇവിടെ മൈനസ് ജെ ക്യാപ്പ് ആണ്. മൈനസ് ജെ ക്യാപ്പ് പ്ലസ് 5 ഐ ക്യാപ്പ്. കെ ഇ സ്ക്വയർ ബൈ 2 ഇൻറ്റു ബൈ 2 റൂട്ട് 2 ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് 5 ഐ ക്യാപ്പ്. ഓക്കെ, ചെയ്തിട്ട് ഉത്തരം പറ. നിങ്ങൾ ചെയ്തു വരുമ്പോ ആർക്കെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ.
ഹലോ. ഏതാ ഓപ്ഷൻ കിട്ടിയ? ആ ഇ സ്ക്വയർ വരുന്നില്ലല്ലോ. ആ പിയില് വേറെ ചാർജ് ഉണ്ടോ? ഈ ഉണ്ടോ? അവിടെ ഓക്കെ, അവിടെ ഒരു ഇ എന്ന് പറഞ്ഞ ചാർജ് വെച്ചോ. പി സ്ക്വയർ ആയിക്കോളൂല്ലോ. ഈ പിയില് ഇ എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ടെന്ന് വെക്കും കേട്ടോ. പി സ്ക്വയർ ആവും. അല്ലെങ്കിൽ ഈ സ്ക്വയർ പറ്റിയ വേണ്ട, ഇവിടെ ഇ എന്ന് പറഞ്ഞൊരു ചാർജ് വെച്ചു. ആരും കഴിഞ്ഞില്ല? ഒരാൾ മാത്രം കഴിഞ്ഞോളോ? ഇത്ര ഇതാണ്. ഓപ്ഷൻ ഓക്കെ 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 ഓക്കെ. കിട്ടി. ഇത് ആർക്കെങ്കിലും ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ? ചെയ്തു തരേണ്ട ആവശ്യം ഉണ്ടെങ്കിലേ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു പോയിന്റ്, അതായത് ഒരു പോയിന്റ് എഴുതിയെടുത്തു. അത് നമുക്ക് വെക്ടർ കാൽക്കുലസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും. രണ്ട് വെക്ടർ F1 F2 തമ്മിലുള്ള ആംഗിൾ തീറ്റ. ദെൻ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെ എടുക്കുക? പാരലോഗ്രാം തിയറം പ്രകാരം. പാരലോഗ്രാം തിയറം ഒന്നും അറിയണ്ട. ഇതിന്റെ റിസൾട്ടന്റ് F ഈക്വൽ ടു വെക്ടർ F1 പ്ലസ് വെക്ടർ F2. Then modulus of F equal to root of F1 square plus F2 square. Mod F1 square plus mod F2 square plus 2 mod F1 F2 cos theta.
ഈ മോഡുലസ് എന്ന് പറഞ്ഞാല് എഫ് ഈക്വൽ ടു ആർ ക്യാപ്പ് ആണ്. ഈ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈ ആർ ക്യാപ്പ് എടുക്കാതെ ഈ ആർ മാത്രം എടുത്തു കഴിഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ. F1 F2 cos theta. ഇതാണ് രണ്ട് വെക്ടർ F1 F2 തീറ്റ ആംഗിൾ ആണെങ്കിൽ സെപ്പറേറ്റഡ് ബൈ ആംഗിൾ തീറ്റ. ദെൻ അതിന്റെ റിസൾട്ടന്റ് F ഈക്വൽ ടു F1 പ്ലസ് F2. ദെൻ അതിന്റെ മോഡുലസ് റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് 2 F1 F2 cos theta. At theta equal to 0 degree. At theta equal to 90 degree. At theta equal to 60 degree. At theta equal to 0 degree ആവുമ്പോൾ എന്ത് പറ്റും? cos 0 1 വരും. Then mod f എന്ന് പറയുന്നത് root of f1 square plus f2 square plus 2 f1 f2. ഞാൻ മോഡ് ഇടുന്നില്ല കേട്ടോ. ഇവിടെ മോഡ് ഉണ്ട്, നിങ്ങൾക്കൊരു ബോധം ഉണ്ടായാൽ മതി. ജസ്റ്റ് ഈക്വൽ ടു f1 plus f2 whole square equal to f1 plus f2. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി കൊടുത്താൽ cos 90 ഡിഗ്രി 0 എന്ന് കിട്ടും. Then f equal to root of f1 square plus f2 square. Theta equal to നമ്മളിവിടെ തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രിയും കൂടെ എഴുതണേ. 120 ഡിഗ്രി ഞാൻ ഇവിടെ കാണിക്കാം. 0 90 ഡിഗ്രി 60 എവിടെയും കാണിച്ചാൽ 120 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 120 ഡിഗ്രി അതും കൂടെ കാണാം. ദെൻ ഇവിടെ എന്ത് കിട്ടും? f ഈക്വൽ ടു റൂട്ട് ഓഫ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രിയിലോ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ cos 60 എത്രയാ? 1/2. അപ്പോൾ f ഈക്വൽ ടു റൂട്ട് ഓഫ് f1 സ്ക്വയർ പ്ലസ് f2 സ്ക്വയർ പ്ലസ് f1 f2. Then theta equal to 120 ഡിഗ്രിയോ cos 120 എന്ന് പറഞ്ഞാൽ cos 120 എന്ന് പറഞ്ഞാൽ -1/2 അല്ലേ? യെസ്, -1/2 ആണ്. Then f equal to root of f1 square plus f2 square minus f1 f2. cos 120 equal to -1/2 ആണ്. cos 0 equal to 1, cos 90 equal to 0, cos 60 equal to 1/2. Then നമുക്ക് കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും പ്രോബ്ലത്തിൽ f1 equal to f2 ആയിരിക്കും. f1 equal to f2. f1 equal to f2 വരുമ്പോൾ നിങ്ങൾ അടിയിൽ f1 equal to f2 എന്ന് എഴുതുക. at f1 equal to f2 മിക്കവാറും പ്രോബ്ലത്തിൽ f1 equal to f2 ആയിരിക്കും നമുക്ക്. Then ഇവിടെ f1 equal to f2 വന്നാൽ 2f എന്ന് വരും. f1 equal to f2 equal to f 2f വരും. 90 ഡിഗ്രിയുടെ അവിടെ f1 equal to f2 എന്ന് പറഞ്ഞാൽ √2f വരും. ഈ കേസിൽ f1 equal to f2 എന്ന് പറഞ്ഞാൽ √3f വരും. cos 120യുടെ കേസിൽ f1 equal to f2 എന്ന് പറഞ്ഞാൽ f equal to f. ഇവിടെ f സ്ക്വയർ വരും, ഇവിടെ ഒരു f സ്ക്വയർ ഉണ്ടാവും, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി f വരും. ഓക്കെ, ഇത് എഴുതിയെടുത്തോ? ഇത് മനസ്സിലായല്ലോ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതില്?
എന്നാ ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. Consider 3 identical charges placed on the corners of an equilateral triangle. Consider 3 identical charges placed on the corners of an equilateral triangle as shown in the figure. Find the net force on any one charge due to this. Okay. ഒരു equilateral triangle ചോദ്യം എന്താണ്? ഏതെങ്കിലും രണ്ട് ചാർജ് മൂലം മൂന്നാമത്തെ ചാർജിലുള്ള ഫോഴ്സ്. ചെയ്തോ? ഞാൻ ഈ രണ്ട് ചാർജ് മൂലം ഈ കോർണറിലുള്ള ഫോഴ്സ് കണ്ടെത്താൻ പോവാണ്. ഇത് ഈക്വൽ ചാർജ് ആയതുകൊണ്ട് സെയിം ഫോഴ്സ് ആയിരിക്കും. പിന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിള് ഇത് തീറ്റ, ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഈ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കില്ലേ? അതെങ്ങനെയാ ഡിഫൈൻ ചെയ്യുക? ഈ തീറ്റ തന്നെയായിരിക്കും ഈ തീറ്റ. ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് ഫോഴ്സ് ഒക്കെ സെയിം ആയതുകൊണ്ട് ഞാൻ ഇവിടെ എഫ് എടുത്തു, ഇവിടെ നിന്ന് എഫ് എടുത്തു. Then F net equal to 60 ഡിഗ്രി ആണെങ്കിൽ എന്താ വരിക? √3 F √3 into KQ square by side A square. Then ഇതിന്റെ ഡയറക്ഷൻ ഈ രണ്ട് വെക്ടറിന്റെ റിസൾട്ടന്റ് ആയിരിക്കും n ക്യാപ്പ് ഞാൻ എടുത്തു കേട്ടോ. ഈ പ്രോബ്ലം മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? √3 അല്ലേ cos 60? അതെ. ആരും ഇല്ലാന്ന് തോന്നുന്നല്ലേ ഈ പ്രോബ്ലം മനസ്സിലാകാത്തത്? Then അടുത്ത പ്രോബ്ലം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലായിടത്തും സെയിം ചാർജ്. ഇതിന്റെ സെന്ററിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? ഈ രണ്ട് ബേസിലെ രണ്ട് ചാർജ് മൂലമുള്ള ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും?
അത് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയും? ഓക്കെ പറയാം. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സെന്ററിൽ വെച്ച് നമ്മൾ കോർണറിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ 120 ആയിരിക്കും. അതായത് ഒരു 360 ഡിഗ്രി, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ആണല്ലോ, അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു 120 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 120 ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും 120 ആയിരിക്കും. ഇത് രണ്ടും തമ്മിൽ 120 ആണ്, ചാർജസ് എല്ലാം സെയിം ആണ്. ദെൻ F ഈക്വൽ ടു ഈ രണ്ട് ചാർജ് മൂലമുള്ള ഫോഴ്സ് F1 ഈക്വൽ ടു എന്ത് കിട്ടും? KQ² ഈ ദൂരം, ഞാൻ സം ഡിസ്റ്റൻസ്, ഞാനൊരു X എടുക്കുക, നമുക്കറിയില്ല, നമുക്കിവിടെ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, റിസോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. X എടുത്തു, ദെൻ KQ² X² എന്ന് വന്നു. അതിന്റെ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, നമ്മളിവിടെ വേറെ ചാർജ് ഒന്നും KQ ഇല്ല, KQ, അതായത് KQ/X². കാരണം ഈ പോയിന്റിലല്ലേ, ഇവിടെ ചാർജ് ഒന്നും വെച്ചിട്ടില്ല, അപ്പൊ നമ്മൾ അവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുക. അപ്പൊ KQ/X². ഈ Q മൂലം ഇവിടെയുള്ള ഫോഴ്സ്, ആ Q മൂലം അവിടെയുള്ള ഡിസ്റ്റൻസ്, ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതും X ആയിരിക്കും. അവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? F2. ഞാൻ ഇതിനെ y ക്യാപ്പ് എടുത്തു. F2 എന്തായിരിക്കും? KQ/X², ആ ഒരൊറ്റ ഫോഴ്സ് അല്ലേ ഉള്ളൂ, ഇൻറ്റു -y ക്യാപ്പ്. F നെറ്റ് എന്ന് പറയുന്നത് 0 ആയി പോകും. F1 + F2. ഈ പ്രോബ്ലം മനസ്സിലായോ? ഈ F1 എന്ന് പറയുന്നത് Qന്റെയും ഈ രണ്ട് നമ്മുടെ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ താഴെയുള്ള രണ്ട് Qന്റെയും റിസൾട്ടന്റ് ഫോഴ്സ് ആണ്. ഇവിടെ ആംഗിൾ 120 ആണ് വന്നത്. ആംഗിൾ 120 വരുമ്പോ എന്ത് പറ്റും? ഫോഴ്സ് സെയിം ആണെങ്കിൽ F നെറ്റ് ഈക്വൽ ടു F തന്നെ ആയിരിക്കും. ദെൻ അതുകൊണ്ട് ഞാൻ KQ/X² എഴുതി. പിന്നെ ഈ മേളിലുള്ള ചാർജ് മൂലം ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ KQ/X² -y ക്യാപ്പ്. ഈ ദൂരം X തന്നെയാണല്ലോ. ഓക്കെ, KQ/X. ദെൻ F നെറ്റ് ഈക്വൽ ടു 0 കിട്ടും. ഈ പ്രോബ്ലം ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കൺഫ്യൂഷൻ ഇല്ല. അതായത് നമ്മള് ഇവിടെ നമുക്ക് ചാർജ് ഒന്നും തന്നിട്ടില്ല, അപ്പൊ നമ്മൾ ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാണ് എടുക്കുക. യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പം ഈ Q മൂലം, Qവും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് മൂലം ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരും. ഓപ്പോസിറ്റ് റിപ്പൽ ചെയ്യും. ഇതും പോസിറ്റീവ് ആണ്, ഇവിടെയുള്ള നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, അപ്പൊ റിപ്പൽ ചെയ്യും. അപ്പൊ ഈ ഡയറക്ഷനിൽ വരും. മനസ്സിലായോ? ഓക്കെ, ഇനി ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഒരു കൺക്ലൂഷൻ എഴുതി വെക്കാം. ഇഫ് all charges in the corner of a regular polygon are same, then F at center equal to 0. അത് ഏത് റെഗുലർ പോളിഗൺ ആകാം, പെന്റഗൺ ആകാം, ഹെക്സഗൺ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇങ്ങനെയല്ലേ പെന്റഗൺ ഏകദേശം ഇരിക്കുക, 5 സൈഡ്. പെന്റഗണും ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം.
അപ്പൊ അവിടെ സെന്ററിലുള്ള റെഗുലർ പോളിഗൺ ആവണം. പിന്നെ ചാർജസ് എല്ലാം സെയിമും ആയിരിക്കണം. നെഗറ്റീവ് 4 പോസിറ്റീവും 1 നെഗറ്റീവും അങ്ങനെ വരാൻ പാടില്ല. ചാർജസ് എല്ലാം സെയിം ആയിരിക്കണം. പിന്നെ റെഗുലറും ആയിരിക്കണം. പോളിഗൺ റെഗുലറും ആയിരിക്കണം. പിന്നെ ദെൻ എഫ് അറ്റ് സെന്റർ ഈക്വൽ ടു 0. ഒരു ചോദ്യം വരും, ഒരു റെഗുലർ പോളിഗൺ അതിന്റെ ഒരു പെന്റഗൺ തന്നു. 4 കോർണറിൽ Q എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്. 5ാമത്തെ കോർണറിൽ ഒരു ചാർജും ഇല്ല. ദെൻ എഫ് അറ്റ് സെന്റർ കണ്ടെത്തണം. അവിടെ എഫ് അറ്റ് സെന്റർ എന്ന് പറഞ്ഞാല് ഇവിടെ മിസ്സായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, ഒരു ചാർജ് ഉണ്ടല്ലോ, അത് മൂലം ഉള്ള ഫോഴ്സ്, ആ ഒരേ ഒരു ചാർജ് മൂലമുള്ള ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് മിസ്സിംഗ് പ്ലേസ്. അങ്ങനെ വരും. ഞാൻ എഴുതിത്തരാം. പറഞ്ഞ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. ഒരു റെഗുലർ പോളിഗൺ അതിൽ ഏതെങ്കിലും ഒരു ചാർജ് മിസ്സായിട്ടാണ് തന്നിരിക്കുന്നത്. ദെൻ അറ്റ് സെന്ററിലെ ഫോഴ്സ് 0 ആയി പോകൂല. ബട്ട് ഒരു ചാർജിന്റെ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുള്ളൂ. നമ്മൾ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ചാർജ് കിട്ടുള്ളൂ, KQ/R if KQ/A² in the direction of missing charge. എഴുതിത്തരാം. പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എല്ലാം ബാക്കിയുള്ള 4 ചാർജിന്റെ റിസൾട്ടന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ആയിട്ട് ഇത്രേ കിട്ടുള്ളൂ. ദെൻ അതിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ഈ മിസ്സായി ഇവിടെ ഇല്ലാത്ത പൊസിഷനിലേക്കുള്ള ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ എഴുതി വെക്കാം. if one charge is removed from one of the corners of regular polygon, then force experienced at the center is equal to force due to removed charge in the direction from center to the removed charge. Okay. എഴുതി വയ്ക്കും. ഒരു കാര്യം പറയുന്നത് എഴുതേണ്ട ആവശ്യമില്ല. അതായത് Q സെൻട്രലിൽ നെറ്റ് ഫോഴ്സ് 0 ആവണ്ടേ. നിങ്ങൾക്ക് ഈ ഫോഴ്സ് ഇല്ലെങ്കിൽ ഇതിന്റെ നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിൽ ഒരൊറ്റ ഫോഴ്സിന്റെ എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. അതിനെ ഇവിടുന്നുള്ള ഫോഴ്സ് നോർമൽ ഒന്നുമില്ല. ഇത് എഴുതി വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായത് ഈ സെന്ററിൽ ഓരോ ചാർജും ബാക്കി 3 എണ്ണത്തിന്റെ റിസൾട്ടന്റിനെ ക്യാൻസൽ ചെയ്യിക്കും. ഈ 3 എണ്ണത്തിന്റെ റിസൾട്ടന്റിനെ ഈ ചാർജ് ഇവിടെ ക്യാൻസൽ ചെയ്യിപ്പിച്ച് കളയും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരും. ഈ 3 എണ്ണത്തിന്റെ റിസൾട്ടന്റിനെ
ഈ ചാർജ് ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് കൊടുത്ത് ക്യാൻസൽ ചെയ്യിപ്പിച്ച് കളയും. ദെൻ അങ്ങനെ ഓരോ പോയിന്റും. ദെൻ ആ കേസിൽ നമ്മൾ ഒരു ചാർജ് എടുത്ത് റിമൂവ് ചെയ്താലേ ഇങ്ങോട്ടുള്ള റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇത് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ കൊടുക്കുന്ന ആ ഫോഴ്സ് ആയിരുന്നു. അതായത് ഒരെണ്ണത്തിന്റെ ചാർജ് ഇവിടെ ആക്ട് ചെയ്യുള്ളൂ നെറ്റ് ആയിട്ട്. ഡയറക്ഷൻ ഈ ഡയറക്ഷൻ, ആ റിമൂവ് ചെയ്ത പൊസിഷനിലേക്കുള്ള ഡയറക്ഷൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. അഭിഷേക് വൈകിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ പ്രോബ്ലം ചെയ്യിപ്പിച്ച കുഴപ്പമുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ഇല്ല സർ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 4:30 നമ്മള് റിലേറ്റിവിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ സർ. ഇനി ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് പോവാം. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രോബ്ലം ഒന്നുകൂടെ എടുക്കോ? ഇതാണോ? അല്ല, ട്രയാങ്കിളിന്റെ ഇതില്ലേ നമ്മള് രണ്ട് ഫോഴ്സ് അല്ല രണ്ട് ചാർജിന്റെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതെ, F1 എന്ന് പറഞ്ഞതേ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റാ. ഈ F1 എന്ന് പറയുന്ന ഇതിന്റെ രണ്ടിന്റെ റിസൾട്ടന്റിനെ ഈ ക്യൂ ചാർജ് ക്യാൻസൽ ചെയ്ത് കളയും. അത്രേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ സാറേ? ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, ഇതാണോ? കിട്ടിയില്ലേ? അത് +2 മൈനസ് കൊണ്ടാണ് എനിക്ക് സംശയം വന്നത്. അതെങ്ങനെയാണ് ചെയ്തിരിക്ക്? പിന്നെ അല്ല, ഇത് മൂലം ഇവിടെയുള്ള റിസൾട്ടന്റ് കണ്ടെത്തണം. അത് ആംഗിള് നമ്മൾ ആംഗിള് തരാതെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എങ്ങനെയാ ബാക്കിയുള്ള ചെയ്തത്? എങ്ങനെയാ ചെയ്ത് നോക്കട്ടെ. ആംഗിള് തന്നിട്ടില്ല, ക്വസ്റ്റ്യന് ആംഗിൾ ഇല്ല. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇത് ആംഗിള് cos θ equal to 45 degree. ആംഗിള് cos θ equal to ഒരു adjacent side by hypotenuse എടുത്തു. അങ്ങനെ ചെയ്തത് 1/√2 കിട്ടും. 1/√2 അങ്ങനെ ചെയ്തേ. എന്തിനാ മനസ്സിലാകത്തുണ്ടോ? ഐ ക്യാപ്പ് വരുന്നില്ലല്ലോ. ഐ ക്യാപ്പ് ഇതല്ലേ? ഇല്ല, കാരണം ഈ ചാർജ് രണ്ട് വ്യത്യാസമുണ്ട്. 2e-യും 3e-യും അല്ലേ, ക്യാൻസൽ ആയി പോവില്ല. സെയിം ചാർജ് ആണെങ്കിൽ അവിടെ ക്യാൻസൽ ആവുള്ളൂ. അതാണ് എന്റെ ഒരു പ്രശ്നം വന്നത്. താങ്ക് യു സർ.